ഇവിടെ പിന്നെ ഇവരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഇവരൊക്കെയാണ് ഈ രാജ്യത്ത് മതേതരത്വം കൊണ്ടുവന്നതും ഈ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കുന്നതും ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. ബിജെപിയുടെ പ്രതിനിധി അല്പം മുമ്പ് ഇവിടുത്തെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി അധിനിവേശം നടത്തുന്നത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലോ. ഞാൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും ഉണ്ടാവണം. ഇവിടെ വർഗീയപരമായി ഈ ചർച്ചയെ ഒരു വർഗീയ മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് ബിജെപിയുടെ പ്രതിനിധി ശ്രമിക്കുന്നത്. ഇന്ന് ബിജെപി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന ബിജെപിയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്താണെന്നറിയോ? വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നാണ് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്നതെന്ന്. അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഓർമ്മ വെച്ച നാൾ മുതൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ആ പ്രസ്ഥാനത്തിന്റെ ആശയവുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അവസാനം കഴിഞ്ഞ ആഴ്ച ജനസഭയിൽ ഇതുപോലെ സംസാരിച്ച സമയത്ത് സന്ദീപ് വാര്യർ അതല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് വന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇനി ഇന്ത്യയുടെ ഇന്ത്യയുടെ DNA നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൽ ആ മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വർഗീയപരമായി പ്രവർത്തിക്കുന്ന ബിജെപിയുമായി സന്ധി ചേരാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് കടന്നു വന്നത്. പിന്നെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചു മഹാത്മാഗാന്ധിയെ കുറിച്ച്, മഹാത്മാഗാന്ധിയുടെ എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ ബിജെപിയുടെ ആളുകൾക്ക് എന്തൊരു നാവാണെന്ന് നിങ്ങൾ ഓർക്കണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ വിഷയമാണ്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് ബിജെപി ആക്രമിക്കാൻ വരരുത്. ഒരു മിനിറ്റ് അല്ല, ഈ നാഥുറാം ഗോഡ്സെ ബിജെപിക്കാരനല്ല കേട്ടോ. അദ്ദേഹം ഒരു ഹിന്ദു തീവ്രവാദിയായിരുന്നോ? ആ ഹിന്ദു തീവ്രവാദിയുടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു. 2023-ലും 2024-ലും ഗാന്ധിവധം റീക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ ഗാന്ധിവധം, ഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കി വെടിവെക്കുന്നത് പോലെ റീക്രിയേറ്റ് ചെയ്ത ആരാണ്? ചോദ്യത്തിന് ഉത്തരം പറയൂ. ഗാന്ധിയുടെ വധം റീക്രിയേറ്റ് ചെയ്ത ആരാണ്? ബിജെപിയുടെ പ്രതിനിധി ഉത്തരം പറയൂ. ഗാന്ധിവധം റീക്രിയേറ്റ് ചെയ്തത് ആരാണ്? 2023-ലും 2024-ലും. ഇനിയും അത് തുടരുമെന്ന് പറഞ്ഞു.